ഇതെന്ന് 10 രൂപ എടുത്തായിരുന്നു. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അല്ല വേണ്ട, ഇരിക്കട്ടെ, ടച്ചിങ്സിനുള്ളതായി. ഇതെന്താ സംഭവം? വലിയ ഇഷ്ടമാണല്ലോ. താടാ ഡെയർ മധുലത. അയ്യോ, ലവ് ലെറ്റർ ആണോ? വരപ്രസാദ് MCA, ഇന്റർ റോൾ നമ്പർ 36. ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നു. അപ്പൊ നീ വണ്ടി എടുത്തോണ്ട് ദിവസം പ്രേമിക്കാൻ വന്നിരിക്കുകയാണോ? ആള് കൊള്ളാലോ. ഇതെന്താ എഴുതിയിരിക്കുന്നെ? നിന്നെ പറ്റി അറിയാൻ വേണ്ടി ഞാൻ ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലും ഗൂഗിളിലും ട്വിറ്ററിലും എല്ലാം തപ്പി. എടാ, നീ ഫേസ്ബുക്ക് മറന്നുപോയി കേട്ടോ. ഇങ്ങോട്ട് തിരിയടാ. അടുത്തത് ഈ ലെറ്റർ വായിച്ച ഉടനെ തന്നെ റിപ്ലൈ. നിനക്കൊക്കെ റിപ്ലൈ ഇടുന്നത് പോലെ ബുദ്ധിമുട്ടാ. സാധനം കുറച്ച് ബാക്കിയുണ്ട്. അടിക്കുന്നോ? ഇങ്ങോട്ട് നോക്കണേ. വേണ്ട. അല്ലല്ല, എന്താ ഇത് ഈ അവസാനം എഴുതിക്കുന്നത്? എന്താ എഴുതിക്കുന്നത്? വായിച്ചേ. ഇന്റൽ കോഡ് പ്രോസസർ എന്ന് വെച്ചാൽ പോലീസ് ഓഫീസർ. അയ്യോ, ഇവരുടെ പോയി. അമ്മേ, ആ പെണ്ണിന്റെ പുറകെ കിടന്ന് കറങ്ങലായിരുന്നോ? അതാ അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെ. സോറി സർ, ഇനി അങ്ങനെ ചെയ്യില്ല. വേണ്ട സർ, വേണ്ട സർ, സോറി സർ, പ്ലീസ് സർ, വേണ്ട സർ, എന്നെ ഒന്നും ചെയ്യില്ല സർ, പ്ലീസ് സർ, ഇനി ഒന്നും ചെയ്യത്തില്ല സർ. ഞങ്ങൾ നിന്നെ അടിക്കാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്, സഹായിക്കാനാണ് കൊണ്ടുവന്നത്. ഐ ഹേറ്റ് വൺ സൈഡ് ലവേഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്നെ കൊല്ലുവോ സർ? അല്ലടാ, വൺ സൈഡ് ഇല്ലേ, അത് ടു സൈഡ് ആക്കി മാറ്റൂടാ. നിനക്ക് പ്രേമിക്കാൻ വേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യടാ. ഇവന് നിന്റെ ആള് പ്രേമിക്കുന്നു സാറ്. തമാശടാ. പക്ഷേ എനിക്കൊരു ഡൗട്ട് സർ. നിങ്ങൾ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നേ? ഞങ്ങൾ പ്രേമത്തെ പ്രേമിക്കുന്ന ലവേഴ്സ്, അതായത് പ്രേമിക്കുന്നവരെ ചേർത്ത് വെക്കുന്ന ലവേഴ്സ്. അതാണ്. നിന്നെ പോലെ പ്രേമിക്കുന്ന ഒരു 100 പേരെ ചേർത്ത് വെച്ച് ഗിന്നസ് ബുക്കിൽ പേര് വരാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഞാനാണോ സാർ? ലാസ്റ്റ് ആണ് ലക്കി ഫെലോ. എന്റെ നമ്പർ 98. എനിക്ക് 2 പേരെ സെറ്റ് ചെയ്തു. എന്റെ നമ്പർ 99. 3 പേരെ സെറ്റ് ആക്കി തന്നു. Come on man, നിനക്ക് ഒരാളെ ഞാൻ സെറ്റ് ചെയ്ത് തരില്ല. ഇവനെ കാണാൻ കുമ്പളങ്ങ തലേനെ പോലെ ഉണ്ട്. ഇവന് തന്നെ 3 പേര് സെറ്റ് ആക്കി. അപ്പൊ എന്തായാലും എനിക്ക് ഒരാളെ സെറ്റ് ചെയ്ത് തരും. എന്റെ ജീവിതത്തിൽ വന്ന് ബിൽഗേറ്റ്സ് ആണ് സാർ. അപ്പോൾ ഞങ്ങളൊക്കെ ആരാ? ബിൽഗേറ്റ്സിന്റെ സൈഡ് ഗേറ്റ്സ്. വിവരക്കേട് പറയാതെ നിന്റെ കഥ പറയടാ കമ്പ്യൂട്ടറെ. എന്റെ ലവറിന്റെ പേര് മതിലത്ത. എന്റെ ലവ് സ്റ്റോറി ഞാൻ പറയട്ടെ. നമ്മളിപ്പോ എവിടെയാടാ സർ? 3 years ബാക്ക് കോളേജില് സർ. കോളേജിലോ? ഓ മൈ ഗോഡ്, ബാക്ക് ടു ദി ഫ്യൂച്ചർ. സാറേ, എന്റെ ക്ലാസ് എവിടെയാണെന്ന് അറിഞ്ഞിട്ട് വരാം. ഒന്ന് പോടാ. എക്സ്ക്യൂസ് മീ, MCA ക്ലാസ് എവിടെയാ? നോ ഐഡിയ. എക്സ്ക്യൂസ് മീ, ഞാൻ അതേ ക്ലാസ് തന്നെയാ. ഇവരെന്താ മേലോട്ട് നോക്കുന്നത്? ഊമഴയാന്ന് തോന്നുന്നു. ഫ്ലവർ സ്റ്റാർ. ഫ്ലവർ സ്റ്റാർ. ഫ്ലവർ സ്റ്റാർ. ഫൈനൽ എക്സാമിനേഷൻ. വരപ്രസാദ് ലവ്സ് മധുലത. നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ സർ? വാവ്. മെഗാ സ്റ്റാർ ലവ്സ് അരുന്ധതി. നല്ല പവർഫുൾ ആയിട്ടുണ്ടല്ലേ? എന്തുവാടാ നീ ചെയ്യുന്നേ? വർഷം മാറിയില്ലേ സർ? എന്തുവാടാ അതിനുള്ളില്? സർ, എന്റെ മനസ്സിലുള്ള സ്നേഹമാണ് സർ. ഇതങ്ങ് പറപ്പിച്ച് വിട്ട ഇത് പറന്ന് പറന്ന് എന്റെ അടച്ചത് പറപ്പിച്ചു വിടുക. എന്റെ പ്രണയം പറന്നു പോയല്ലോ സർ. തിരിച്ചെപ്പോ വരുവോ? മധുലത്തിൽ ഞാൻ മേഡ് ഫോർ ഈച്ച് അതല്ലേ സർ? മാങ്ങാത്തൊരിയാണ് സാർ. എനിക്കൊരു ചെറിയ ഡൗട്ട്. എന്താ? ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടോ? നീ റെസിഡൻഷ്യൽ കോളേജിലല്ലേ പഠിച്ചത്? അതെങ്ങനെ സർ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്? വന്നപ്പോ തൊട്ടേ ഡൗട്ട് എന്ന് പറഞ്ഞോട്ടില്ല, അതുകൊണ്ട് തോന്നി. നിനക്കിപ്പോ വന്നിരിക്കുന്ന ഡൗട്ട് ഒരു ഡൗട്ടും ഇല്ലാതെ ഞാൻ ക്ലിയർ ചെയ്തരാം. ഓക്കെ, താങ്ക് യു സർ. ഇനി അങ്ങോട്ട് അളിയൻ പറയുന്നത് ഫോളോ ചെയ്തോ. ഇനി നിനക്ക് അങ്ങോട്ട് ഗുഡ് ഡേയ്സ് മാത്രമാണ്. Breathe in, breathe out. 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 ബാബാ, ശാന്തത, ശാന്തത. നീ ഒരുപാട് ആക്രാന്തം കാണിച്ചാൽ ആദ്യം ഹാർട്ട് അറ്റാക്ക് വരും, പിന്നെ ആംബുലൻസ് വരും മോനെ. അതല്ല ബാബാ, എല്ലാരും ഈ ശ്വാസം വലിച്ചു വിടുമ്പോ നിങ്ങൾ എന്താ പുക വലിച്ചു വിടുന്നേ? നിങ്ങളുടെ എല്ലാവരുടെയും പാപത്തെ ഞാൻ ഉള്ളിലേക്ക് വലിച്ച് എന്റെ പുണ്യത്തെ തരികയാ. ബാബാ, നേരത്തെ കുമാരൻ എന്ന് പറഞ്ഞ ഒരാള് നിങ്ങളെ ഫോളോ ചെയ്താൽ ഞാൻ നശിച്ചു എന്ന് പറഞ്ഞു. അത് തെറ്റാണ് മോനെ. നീ ബാബയെ തെറ്റിദ്ധരിച്ചാൽ നിനക്കുള്ള പണി വേറെ ബാബാ, വരും. എനിക്ക് ഒരു പെണ്ണും സെറ്റ് ആവുന്നില്ല ബാബാ. പെണ്ണുങ്ങൾ സെറ്റാവാൻ 2 വഴി മാത്രം. ഒന്ന് ഇംപ്രസ്, മറ്റൊന്ന് ഇറിറ്റേറ്റ്. ഇംപ്രസ് എന്ന് പറഞ്ഞാൽ അവളുടെ മുഖമോ കളറോ ഒരു പ്രശ്നമാക്കരുത്. നീയാണ് എന്റെ ദേവത എന്ന് വാനോളം പുകഴ്ത്തി സംസാരിക്കണം. അവളുടെ കാല് പിടിക്കണം, വിടാനേ പാടില്ല.
അവൾ എന്ത് ജോലി പറഞ്ഞാലും അത് ചെയ്ത് അവളെ ഇംപ്രസ് ചെയ്യണം. രണ്ടാമത്തേത് ഇറിറ്റേറ്റിംഗ്. അതായത് ബ്ലേഡ് വെച്ച് മുറിക്കുന്നത് ആസിഡ് വെക്കുന്നാണോ പാപ്പ? അങ്ങനെ ചെയ്യാൻ പോയാ നിന്റെ മുന്നിലുണ്ടാവുക പെണ്ണല്ല, പോലീസ്. ലാത്തി. ഒരു പെണ്ണിന് നീ ഇറിറ്റേറ്റ് ചെയ്താൽ അവൾ ഓടിപ്പോകും. പകരം വേറൊരുത്തിന് ഇറിറ്റേറ്റ് ചെയ്യുമ്പോ നീ അവളെ രക്ഷിച്ചാൽ അവൾ ഓടി വന്ന് നിന്റെ കാലിൽ വീഴും. എടാ കിഴങ്ങ, ആ എണ്ണയിതാ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഉത്സവമേളം തനിയാവർത്തനം. ഇന്നാ പിടിച്ചോ. എന്താ പാപ്പ ഇത്? ഓയിലാ, തടവിക്കോ. എവിടാ പാപ്പ? എവിടെ വേണമെങ്കിലും. നിങ്ങൾ വന്നതിന് ശേഷം എന്റെ ലൈഫ് മൊത്തത്തിൽ അങ്ങ് മാറി. എനിക്കും. എടാ, മധുവിനോട് പറയാതെ നീ എവിടെ പോവാ? എന്തായാലും ഈവനിങ് കോഫി ഷോപ്പിൽ വെച്ച് സംസാരിക്കാനല്ലേ പോകുന്നത്. സണ്ണിലിയാണ് കവച്ചു വെക്കടവൻ. കണ്ണിന് വെക്കാനല്ലടാ, കഴിക്ക്. A small gift. Wrist watch. ലോങ് ഗിഫ്റ്റ് ഉപകാരപ്പെടും. സോറി സർ. എന്റെ ഗെറ്റപ്പിനെ നിങ്ങൾ ചേഞ്ച് ചെയ്തല്ലോ. മധുലത്തപ്പ എനിക്ക് മാച്ച് ആകുമോ? മാച്ച് ആകണമെങ്കിൽ ഫസ്റ്റ് നീ അവരുടെ മനസ്സ് ക്യാച്ച് ചെയ്യണം. ഇതെന്താ സർ ടൈം ടേബിൾ? ലവ് ഫോർമുല. സ്റ്റെപ്പ് 1 മീറ്റിംഗ്. ക്ലോസ് ആകുന്നത് വരെ മെയിറ്റ് ചെയ്തോണ്ടേയിരിക്കണം. സ്റ്റെപ്പ് 2 ചാറ്റിംഗ്. നിങ്ങളുടെ പേഴ്സണൽ ഫീലിംഗ്സ് ഷെയർ ചെയ്യുന്നത് വരെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. സ്റ്റെപ്പ് 3 ഷെയറിംഗ്. ഏതൊരു എമോഷനും ഹൈഡ് ചെയ്ത് വെക്കാതെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഷെയർ ഫോർ കെയറിംഗ്. അവൾക്ക് പ്രേമിക്കാനുള്ള കംഫർട്ട് ലെവലിൽ കെയർ ചെയ്യണം. സ്റ്റെപ്പ് 5 ലവിംഗ്. അവള് തിരിച്ച് ഇഷ്ടമാണെന്ന് പറയുന്നവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. സ്റ്റെപ്പ് 6 സ്ലീപ്പിംഗ്. ഉറങ്ങിക്കോ, നീ ഉറങ്ങിക്കോ. സർ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ക്ലാരിറ്റി ഉണ്ട് സർ. കാർത്തിക്, ഞാൻ കോഫി ഷോപ്പിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. സർ, ലവിൽ ഇത്രമാത്രം എൻട്രൻസ് എക്സാം ഉണ്ടോ? പിന്നെ ഉണ്ടാവില്ലേ? ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുന്നത് 100 സിവിൽ എക്സാം എഴുതുന്ന പോലെയാണ്. വേറെ വഴിയൊന്നുമില്ല. മേഡം, ക്ലോസിംഗ് ടൈം ആയി. അയ്യോ, അത് ഒരുപാട് നേരിട്ട് വെയിറ്റ് ചെയ്യണം തോന്നുന്നല്ലോ. മധു, ഹായ് കാർത്തിക്. ലേറ്റ് ആയി പോയി. ലേറ്റ് ആയിന്ന് പറഞ്ഞ് സോറി പറയാൻ നിൽക്കണ്ട. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാന്ന് അറിഞ്ഞിട്ടും ലേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും അല്ലേ? റൈറ്റ്? Yeah. നിങ്ങൾ ഓഫീസ് വർക്കിൽ ഇൻവോൾവ് ആവുന്നത് അറിയുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഒരുപാട് സന്തോഷിക്കും. ഓക്കെ? കാർത്തിക്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലും എത്ര സുഖമുള്ള കാര്യം എന്നറിയോ? നിങ്ങൾ വന്നിരുന്നെങ്കിൽ പോലും അത്രയ്ക്ക് സന്തോഷം ഉണ്ടാവില്ല. ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ ഒരു സുഖം അത് കാത്തിരിക്കുന്ന ആൾക്കേ മനസ്സിലാവും. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. എന്നാ പിടിക്ക്. എന്താ ഇത്? മധുലത ഇവിടെയാണുള്ളത്. അല്ല സാറേ, ദേ അവൾ അവിടുത്തെ ഷോപ്പിലുണ്ട്. അയ്യോ അമ്മേ. ഷോപ്പിലല്ല, മാപ്പില്. ഓക്കെ സാർ. സ്കൂട്ടി ഇവിടെയുണ്ട്. സ്കൂട്ടി ഇവിടെയുണ്ട്, അവിടെയുണ്ട് സാർ. നീ പോയിട്ടെ ആ സ്കൂട്ടിയിലെ കാറ്റൊന്ന് ഇറക്കി വിടും. ഓക്കെ സാർ. സാറേ, ഒരു ഡൗട്ട്. ഇങ്ങനെ കാറ്റിറക്കിയാ സെറ്റ് ആവെങ്കിൽ ഞാൻ എപ്പോഴേ കാറ്റ് അയച്ചിട്ടുണ്ടാവല്ലോ സാർ. നിന്റെ തലയിൽ വെറും മസാല മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരുന്ന ഞാൻ നിനക്ക് പോയിട്ട് വേറെ ആരെങ്കിലും നോക്കും. പിന്നെ സോറി സാർ, ഇത്തവണ നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാം. കാറ്റടിച്ചു വിട്ടാ മധുരത്തേക്ക് നിനക്ക് ലിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് നിനക്ക് വീട്ടിലും ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഡ്രോപ്പ് ചെയ്യുന്നവരെ ഒരുപാട് സംസാരിക്കാം. അതിനുശേഷം ക്ലോസ് ആകാം. അതേ ഫ്ലോയില് എന്റെ ലവ് മാറ്ററും പറഞ്ഞല്ലോ സാർ. പറഞ്ഞാലേ ഒന്ന് വെച്ച് തരുള്ളൂ, അല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ടടിക്കും. സോ ഞാൻ പറയുന്നത് മാത്രം ചെയ്യും. ഇപ്പൊ പോയിട്ട് കാറ്റ് അഴിച്ചു വിട്ടിട്ട് വാ. സ്കൂട്ടിയിലല്ലേ സാർ? ഓക്കെ സാർ.
അയ്യോ ടാങ്ക് മൊത്തം ഫുള്ളായി. ഇവന്റെ പ്ലാനും പുതിയതാണ്, ബ്രാൻഡും പുതിയതാണ്. ഓൾറെഡി അവിടെ ലൈനിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ലൈൻ അടിക്കുന്നവനെ എൻകറേജ് ചെയ്യുന്നു. സാധനം തീർന്നല്ല. അപ്പോൾ നമുക്കിപ്പോ സാധനം വേണം. അനിയ കാറ്റടിക്കാൻ വന്നതാണോ? അത് വണ്ടി അടിച്ചോണ്ട് വന്നതാ? അല്ലല്ല, സ്കൂട്ടിയിലെ കാറ്റിറക്കണം. സ്കൂട്ടിയല്ലേ, അതിപ്പോ ശരിയാക്കി തരാം. നീ ഇത് കണ്ടോ, സാധനം തീർന്നു. എനിക്ക് കാശ് വേണം, സാധനം മേടിക്കണം, അത്രേ ഉള്ളൂ. 50? നോ 50, 100 കൊടുത്തിട്ട് നീ വണ്ടി എന്ത് വേണേലും ചെയ്തോ. ഓക്കെ, ഡു ഇറ്റ്. അഴിച്ചൂടെ? സാറ് പറഞ്ഞതുപോലെ തന്നെ മധുലതന്റെ വണ്ടിയിലെ കാറ്റിറക്കി സാർ. ശരി പോ. ഓക്കെ സാർ. ഹായ് മധുലത. ജീനിയസ്, ഇത് എന്താടോ ഒടുക്കത്തെ മാറ്റമാണല്ലോ. ആളാകെ മാറിപ്പോയി. ഇതൊരു പുതിയ ഗെറ്റപ്പാ. നിങ്ങളുടെ വണ്ടിയിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. പ്രോബ്ലമോ? പ്രോബ്ലം ഒന്നുമില്ലല്ലോ. നാളെ റിസൾട്ട് വരെയല്ലേ, ക്യാമ്പസിൽ വെച്ച് കാണാം. ബൈ. കൺഫ്യൂസായി വേറെ വണ്ടിയിലെ കാറ്റാണ് സാർ ഇറക്കിയത്. എടാ, ബുദ്ധിയില്ലാത്തവനെ. നിനക്ക് മനസ്സിലാക്കി തരുമ്പോഴേക്കും ഞാനൊരു പേഷ്യന്റായി മാറും. നീ ഇങ്ങനെ തന്നെ ഇരുന്ന മധുലത എനിക്ക് സെറ്റ് ആവുമോ സാർ? ക്യാച്ച് ഒരിക്കലും ആവില്ല.